ഗുഡ് ഈവനിങ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ജിതിൻ പറഞ്ഞ പോലെ വെറുതെ ഒരു 8 വർഷം വെയിറ്റ് ചെയ്തതിനേക്കാൾ ഏറ്റവും നിർണായകമാണ് എനിക്ക് അടുത്ത 16 മണിക്കൂർ എന്നുള്ളത്. കാരണം ഈ സിനിമയുടെ ഒരു റിസൾട്ട് എന്താണ് എന്ന് ഉള്ളതിനെ പറ്റി എനിക്കൊരു വലിയ ടെൻഷനൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ 2-3 പ്രാവശ്യം കണ്ട എന്ന ഒരാളെന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ ഈ സിനിമ മറ്റുള്ള നമ്മൾ പല സ്ഥലത്ത് ഇത് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാ സൈഡിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു സിനിമ തീരുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം കാണുന്ന ഒരാളാണ് അതിൻ്റെ ഒരു ഫൈനൽ മിക്സ് ചെയ്യുന്ന രാജാകൃഷ്ണൻ. അപ്പം ഞാൻ രാജാകൃഷ്ണനോട് ചോദിച്ചു, രാജ, ഞാൻ ഈ സിനിമയിൽ റിസ്ക് എടുക്കണോ, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു നല്ലൊരു ബിസിനസ് വന്നിട്ടുണ്ട്, ഇതിപ്പോൾ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും ഒരു 80% സിനിമകൾ സൗണ്ട് മിക്സ് ചെയ്തേക്കുന്നത് രാജാകൃഷ്ണനാണ്. ആ രാജാകൃഷ്ണനാണ് എന്നോട് പറഞ്ഞത്, ചേട്ടാ ചേട്ടൻ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സിനിമ കൊടുക്കരുത്, ഇതിലാണ് റിസ്ക് എടുക്കേണ്ടത്. കാരണം പുള്ളി ഇന്നിപ്പോ ഒരു വൈകിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം പുള്ളി ഒരു സൗണ്ട് ഒക്കെ ചെയ്തതിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടി. എല്ലാ വർക്കും പുള്ളിക്ക് തന്നെ ചെയ്യണമെന്ന് തോന്നുകയും കൂടെ ചെയ്തു. അപ്പൊ അത്രയ്ക്കും നല്ലൊരു ഔട്ട്പുട്ടാണ്. കണ്ടാൽ ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞ ഒരു രാജാകൃഷ്ണനുണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു സിനിമയെ സംബന്ധിച്ച്. കാരണം പുള്ളിയുടെ പല പ്രഡിക്ഷൻസും എന്നെ സംബന്ധിച്ച് സത്യസന്ധവും ആയിട്ടുള്ളൊരു കാര്യമാണ്. റിസൾട്ടും അതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ പിന്നിൽ ഇവർ ഒരുപാട് വർഷങ്ങൾ കളഞ്ഞിട്ടുണ്ട്. അതായത് ഡയറക്ടർ ആയിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, ടൊവിനോയൊക്കെ ആയിക്കോട്ടെ. ടൊവിനോയൊക്കെ എനിക്ക് തോന്നുന്നത് ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് ഫിലിം ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാം, സക്സസോ ഫെയിലിയറോ എന്തുണ്ടെങ്കിലും നമ്മൾ സിനിമയുടെ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലായിക്കോട്ടെ, സംവിധായകനോ ആക്ടറോ ഒക്കെ അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ എന്ന ഒരു പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ ടൊവിനോയുടെ ഒരു കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഒരു 3 റോള് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ അതിന് എനിക്ക് വേറെ ആരുടെ ഉറപ്പ് വേണ്ട. അത് എനിക്ക് എന്റെ ഉറപ്പ് തന്നെ, എനിക്കത് മതി. കാരണം അത്രയും ഒരു കഷ്ടപ്പാട് ഈ സിനിമയിലുണ്ട്. പിന്നെ ജിതിനെ സംബന്ധിച്ച് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും ഒരു പുതുമുഖ സംവിധായകനാണെന്ന് പറയൂല. ഒരു ഇരുത്തം വന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ റൈറ്റർ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു കണ്ടന്റ് മലയാളികൾക്കായിട്ട് സമ്മാനിച്ച ഇതിന്റെ റൈറ്റർ, അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച്. ജോൺ ക്യാമറമാൻ ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും വളരെ മികച്ച രീതിയിലുള്ള ഒരു ഔട്ട് അവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളായിക്കോട്ടെ, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, എല്ലാവരും അവരവരുടെ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ടൊവിനോയും ഡയറക്ടറൊക്കെയാണ് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്ന ഒരു 20-25 ദിവസമായിട്ട് ഈ സിനിമയുടെ പിന്നിൽ ഇതിന്റെ ഒരു പ്രൊമോഷൻ കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലണ്ടനിൽ പോയി, സൗദി പോയി, ദുബായി പോയി, ഇങ്ങനെ എല്ലായിടത്തും ഇതിന്റെ പ്രൊമോഷനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ലണ്ടനിലും ദുബായിലും ഖത്തറിലും ഒക്കെ മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ, നമ്മുടെ കൊച്ചിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഈ സിനിമ സർപ്രൈസ് ആവട്ടെ, അവർക്ക് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് മനസ്സിലാവുമെന്ന് ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞത് കൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെയുള്ള പ്രൊമോഷന് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വെച്ചത്. കാരണം ഈ സിനിമയിൽ അത്രയ്ക്ക് വിശ്വാസം ഞങ്ങൾ എല്ലാവരും അർപ്പിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ, അതായത് അതിന്റെ അവസാന ഘട്ടം, അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസാന ഘട്ടമായിട്ട് ഇന്ന് തെരഞ്ഞെടുത്തത് ഇതിന്റെ പ്രൊമോഷനായിട്ട് പ്രസ് മീറ്റ് ഇന്ന് വിളിക്കാനുള്ള കാരണം അതാണ്.